സുഹൃത്തുക്കളെ, യുദ്ധം നമ്മൾ കരുതിയിരിക്കുന്നതിലും ഭയാനകമായ രൂപത്തിലേക്ക് നീങ്ങുകയാണ്. ഉടനെ ഒരു വെടിനിർത്തൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ലോകം കനത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് തുടരെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം KC-135 റീഫ്യൂലിംഗ് സ്ട്രാറ്റോ ടാങ്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയ്ക്ക് നഷ്ടമായി. അതിന് ഇന്നത്തെ വില ഏകദേശം $80 മില്യൺ എന്നോർക്കണം. ഇതിനുശേഷം ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാന എണ്ണ കേന്ദ്രമായ കാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പ്രത്യാഘാതമാണ് ലോകത്തുണ്ടാക്കാൻ പോകുന്നത്. ഇറാന്റെ 90% ക്രൂഡ് ഓയിൽ കയറ്റുമതിയും ഈ ദ്വീപിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായി തകർന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു വമ്പൻ ക്രൂഡ് ഓയിൽ സപ്ലൈ ഷോർട്ടേജാണ് വരാൻ പോകുന്നത്. ഈ ആക്രമണത്തിന് പകരമായി ഇറാൻ ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റ് സൈനിക താവളങ്ങളിലും കനത്ത പ്രത്യാക്രമണമാണ് ഇപ്പോൾ അയച്ചുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രധാന മിലിറ്ററി കേന്ദ്രം ആക്രമിച്ച അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ KC-135 സ്ട്രാറ്റോ ടാങ്കർ എയർക്രാഫ്റ്റ് 5 എണ്ണമാണ് പുതുതായി തകർക്കപ്പെട്ടത്. ഈ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം ഒരു വിമാനത്തിന് ഏകദേശം $80 മില്യൺ വില എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുകൂടാതെ $50 മില്യൺ വില വരുന്ന F-15 സീരീസിൽപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ 3 എണ്ണമാണ് അമേരിക്കക്ക് നഷ്ടപ്പെട്ടത്. കൂടാതെ 30 മില്യൺ മുതൽ $50 മില്യൺ വില വരുന്ന MQ-9 റീപ്പർ ഡ്രോണുകൾ 9 എണ്ണമാണ് അമേരിക്കക്ക് നഷ്ടമായത്. ഇതെല്ലാം പുറത്തു വന്ന ഔദ്യോഗിക കണക്കുകൾ പറയുന്നതാണെന്ന് ഓർക്കണം. ഓൺലൈൻ മാധ്യമത്തിലെ കൊട്ടക്കണക്കുകളല്ല. അമേരിക്കയ്ക്ക് മില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്തിക്കൊണ്ട് കടലിൽ മുക്കിയ വാണിജ്യ കപ്പലുകളുടെ എണ്ണത്തിന് കൃത്യമായ കണക്കുകൾ പോലുമില്ല. അതുപോലെ അവരുടെ വിമാനവാഹിനി കപ്പലിൽ തീപിടുത്തമുണ്ടായി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതുണ്ടാക്കുന്ന നഷ്ടം സ്വാഭാവികമായും വളരെ വലുതായിരിക്കും. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഇതിലേറെ അമേരിക്കയുടെ നഷ്ടമായി കണക്കാക്കുന്ന മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിലെ തകർന്നടിഞ്ഞ റഡാർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ്. ഖത്തറിൽ തകർന്ന ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റത്തിന് മാത്രം $1 ബില്യൺ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. UAEയിലും ജോർദാനിലും തകർക്കപ്പെട്ട അമേരിക്കയുടെ അഭിമാനമായ താഡ് റഡാർ സിസ്റ്റങ്ങൾക്ക് മാത്രം $2 ബില്യൺ ചെലവ് വരുമെന്നാണ് കണക്കുകൾ. അമേരിക്കൻ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ഡാമേജ് ഉണ്ടാക്കിയ മറ്റൊരു യുദ്ധമുണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഇസ്രായേലിനുണ്ടായ കനത്ത നാശനഷ്ടങ്ങളെ പറ്റി പറഞ്ഞാൽ അവിടെയുള്ള വാർത്തകൾ പുറത്തുവിട്ടാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നതിനാൽ മീഡിയകൾ യാഥാർത്ഥ്യം കൃത്യമായി പുറത്തുവിടുന്നില്ല. ബില്യൺ കണക്കിന് ഡോളറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇസ്രായേൽ ഇന്ന് നേരിടുന്നത് എന്നത് പുറം ലോകത്തിന് ലഭിക്കുന്ന ഫൂട്ടേജുകൾ വെച്ച് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതോടൊപ്പം ഇറാൻ ഉണ്ടാകുന്ന കനത്ത നഷ്ടങ്ങളെല്ലാം ലോകം അപ്പോൾ അറിയുന്നു എന്നത് ഇതിന്റെ മറ്റൊരു വശം മാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവരുടെ പ്രതിരോധം മാത്രമാണ്. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന അമേരിക്കൻ ഇസ്രായേൽ അജണ്ടയുടെ ഇരകൾ മാത്രമാണവർ. അതുകൊണ്ട് തന്നെ അവരുടെ നഷ്ടങ്ങൾ അതിജീവനത്തിൻ്റെതാണ്. നാളെ പൂർണ്ണമായും ഇറാൻ തകർന്നു പോയാലും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ മരണം വരെ പൊരുതിയ ഇറാൻ ജനതയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്ന സാഫല്യത്തിനായി സ്വന്തം രാജ്യം നശിപ്പിച്ച ഇസ്രായേൽ എന്ന് അവരെ നാളെ നമുക്ക് വിളിക്കാമെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായി മാത്രം യുദ്ധത്തിന് പുറപ്പെട്ട ട്രംപ് ഭരണകൂടം അമേരിക്കൻ എക്കോണമിക്ക് ഏൽപ്പിച്ച ഈ കനത്ത നാശനഷ്ടങ്ങൾ അമേരിക്കൻ ജനതയുടെ മുന്നിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ഇനി ട്രംപ് ഭരണകൂടത്തിന് എങ്ങനെ സാധിക്കുമെന്നത് ലോകം ഇനി ഉറ്റുനോക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ സുഹൃത രാജ്യമായ ഇറാനിൽ ഒരു യുദ്ധം ഉണ്ടായി ഇറാൻ ജനത ഒന്ന് നശിച്ചു കാണാൻ കുറെ മനുഷ്യർ ആഗ്രഹിച്ചിരിക്കാം. ആ വ്യാമോഹത്തിന് ഇന്ന് പട്ടിണി പാവങ്ങളായ ഒരു ദ്രോഹവും ചെയ്യാത്ത നിരവധിയായ രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ വില തന്നെയാണ്. ത്യജിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിത സ്വപ്നങ്ങളാണ്. ഇനി നമുക്ക് ഈ യുദ്ധത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അമേരിക്കയുടെ എയർഫോഴ്സ് മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്ന സെൻകോം അഥവാ സെൻട്രൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. അമേരിക്കൻ നാവികസേനയുടെ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്ന 5th ഫ്ലീറ്റും നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റിയും സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലാണ്. ഇനി അമേരിക്കൻ കരസേനയുടെ കാര്യമെടുത്താൽ അവരുടെ ലോജിസ്റ്റിക് ഓപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെ കേന്ദ്രം തന്നെ കുവൈത്തിലാണ്. ഇനി വ്യോമ നിരീക്ഷണങ്ങളും ഡ്രോൺ ഓപ്പറേഷനുകളും അടക്കമുള്ള പല ഡിഫൻസ് നെറ്റ്വർക്കുകളും സ്ഥിതി ചെയ്യുന്നതോ അത് UAEയിലാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങൾ കൂടാതെ മറ്റ് നിരവധി ഡിഫൻസ് സിസ്റ്റങ്ങൾ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് പുറമെയാണ് ഒമാൻ, ജോർദാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കയുടെ തന്ത്രപ്രധാന മിലിറ്ററി സംവിധാനങ്ങൾ. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷനുകൾക്കായി നിർബാധം വിട്ടുകൊടുത്ത ഗൾഫ് രാജ്യങ്ങൾ അത്ര നിഷ്കുകളല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതിനാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇങ്ങനെയായിരിക്കണം: ഇത് ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വലിയ സൈനിക കേന്ദ്രങ്ങളാൽ നിർവചിക്കപ്പെടുന്ന ഒരു സംവിധാനം മാത്രമല്ല, മറിച്ച് നാവിക, വ്യോമ, ലോജിസ്റ്റിക്, ഇൻ്റലിജൻസ്, മിസൈൽ പ്രതിരോധം, സമുദ്ര ഗതാഗതം തുടങ്ങിയ മേഖലയാകെയുള്ള ഓപ്പറേഷനുകൾ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന ഒരു സാമ്രാജ്യത്വ സൈനിക ഇൻഫ്രാസ്ട്രക്ചറാണ്. ഖത്തറിലെ അൽ ഉദൈദ്, ബഹ്റൈൻ്റെ 5th ഫ്ലീറ്റ്, കുവൈത്തിലെ ലോജിസ്റ്റിക് ക്യാമ്പുകൾ, UAEയിലെ അൽ ദഫ്രയും ജബൽ അലിയും, സൗദിയിലെ വ്യോമ പ്രതിരോധ സഹകരണ കേന്ദ്രങ്ങളും, ഒമാനിലെ ആക്സസ് പോയിന്റുകളും, ഇവയോടൊപ്പം ഇറാഖ്, ജോർദാൻ, സിറിയ, തുർക്കി വരെയുള്ള വിപുലമായ സൈനിക ശൃംഖലയും ചേർന്നാലേ ആ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കാനാവൂ. അതുകൊണ്ട് തന്നെ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ എന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്രാജ്യത്വ യുദ്ധതന്ത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. ഇറാന്റെ ചുറ്റുമായി കാലാകാലങ്ങളായി വിന്യസിച്ചിട്ടുള്ള ഈ സൈനിക സംവിധാനങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ആ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തെ മുസ്ലിം രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു എന്ന നിലവിളിയിട്ട് അപലപിക്കുന്നത് നിഷ്കളങ്കതയല്ല, തികഞ്ഞ കാപട്യമാണ്. ഇനി ഇറാന്റെ തിരിച്ചടിയുടെ വ്യാപ്തി കൂടി നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ രാജ്യങ്ങളിലേക്കായി ഇറാൻ ഏകദേശം 380-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളും 1500-ഓളം ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. ചില ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികരും സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള പ്രധാന സൈനിക താവളങ്ങളായിരുന്നു. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന രഹസ്യ കേന്ദ്രവും US നാവികസേനയുടെ 5th ഫ്ലീറ്റ് ആസ്ഥാനവും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് എന്ന അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളം ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. കുവൈത്തിലെ അലി അൽ സലീം എയർബേസ് ഇറാന്റെ ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബിക്ക് സമീപമുള്ള അൽ ദഫ്ര എയർബേസ് എന്ന അമേരിക്കൻ വ്യോമത്താവളത്തെയും ഇറാൻ ആക്രമിച്ചു. ഇറാഖിലെ കുർദിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന എർബിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള അമേരിക്കൻ സൈനിക സൗകര്യങ്ങളും അമേരിക്കൻ കോൺസുലേറ്റിനോട് ബന്ധപ്പെട്ട സുരക്ഷാ കേന്ദ്രങ്ങളും ഇറാൻ ആക്രമിച്ചു. സൗദി അറേബ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും പ്രത്യേകിച്ച് റിയാദ് മേഖലയിലേക്കും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ സൈനിക താവളങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം വ്യാപിച്ചിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ സൈനിക സാന്നിധ്യത്തെ ഒരേ സമയം അവർ ലക്ഷ്യമിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ആക്രമണങ്ങൾ അമേരിക്കക്ക് കനത്ത പ്രഹരമാണ് നൽകിയത്. ഇത് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും ഇറാന്റെ മിസൈൽ ശേഷിയും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ്. അപ്രതീക്ഷിതമായി തിരിച്ചടിയിൽ ചൂളുന്ന അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുടെ മനുഷ്യജീവിതത്തെ കൂടുതൽ അരക്ഷിതമാക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് മുതിരുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ പരിമിതവും എന്നാൽ ശക്തവുമായ പരമാധികാരത്തിലൂന്നിയ പ്രതിരോധമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ നീതിയെക്കുറിച്ചുള്ള വികലമായ ഒരു സങ്കല്പത്തിന് മാത്രമേ ഇക്കാര്യത്തിൽ ഇറാനെ കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഇറാനെ ആക്രമിച്ചാൽ അവർ ശക്തമായി തിരിച്ചടിക്കുമെന്നും അവരെ കീഴ്പ്പെടുത്താൻ എളുപ്പമല്ലെന്നും അമേരിക്കക്ക് നേരത്തെ അറിയാം. മാത്രമല്ല, അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്നും അതുകാരണം തന്നെ ലോകം മുഴുവൻ ഊർജ പ്രതിസന്ധി ഉണ്ടാകുമെന്നും അത് ചിന്തിക്കാനുള്ള വിവരം ഇല്ലാത്തവരല്ല അമേരിക്കക്കാർ. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യവും അതായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വലിയ എണ്ണ നിക്ഷേപമുള്ള വെനിസ്വേലയെ ആദ്യം തന്നെ അവർ പിടിച്ചെടുത്തത്. ഈ യുദ്ധത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഊർജ പ്രതിസന്ധിയെ മുതലെടുത്ത് ലാഭം കൊയ്യാം. ഏഷ്യൻ രാജ്യങ്ങളിലെ ക്രൂഡ് ഓയിൽ മാർക്കറ്റുകൾ തകർന്നടിയുമ്പോൾ അതിന്റെ കുത്തക വരാൻ പോകുന്നത് സ്വാഭാവികമായും അമേരിക്കയുടെ കൈകളിലായിരിക്കും. അതിലൂടെ ഇപ്പോൾ തന്നെ തകർച്ചയെ നേരിടുന്ന അമേരിക്കൻ സാമ്പത്തിക മേഖലയെ വൻ കുതിപ്പിലേക്ക് കൊണ്ടുവരാം എന്നവർ കരുതുന്നു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇറാനിൽ നിന്ന് അവർ നേരിട്ടത്. ഇറാനെ വിലയിരുത്തിയതിൽ മാത്രം അവർക്ക് ചെറിയ തെറ്റുപറ്റി. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുഡ് ബൈ.